ഹൗസ് വാമിങ് പുതിയ കിളികളുടെ നിങ്ങളുടെ പുതിയ കൊട്ടാരം എത്തി കിളികളെ. ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഓണം സീരീസിലൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണമൊക്കെ കഴിഞ്ഞു എന്നറിയാം കേട്ടോ. പക്ഷെ വീഡിയോസ് ഒരു 2 വീഡിയോസും കൂടി നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വായോ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇൻട്രോ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് ആയിട്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഇൻട്രോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഓണാഘോഷ പരിപാടി നിൽക്കുന്ന കാണിച്ചരേ. അപ്പോൾ 2 ഓണനാളിലെ വള്ളംകളിയും കണ്ട് മാമൻ്റെ കൂടെയൊക്കെ പോയി എല്ലാവരും കണ്ടതിൻ്റെ സന്തോഷത്തിൽ വന്ന് പിറ്റേ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഓണത്തിൻ്റെ ദിവസങ്ങൾ കഴിയും തോറും സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര ഭാരമായിരുന്നു കേട്ടോ. ഓണം കഴിയില്ല, ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത എവിടേക്കോ ഉണ്ടായിരുന്നു. ആ തിരുവോണത്തിൻ്റെ അന്ന ദിവസം മാത്രമേ ഭയങ്കര ഒരു സന്തോഷ എനർജിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഉത്രാടം. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയാറായില്ലോ എന്നുള്ളൊരു ആദ്യമാണ് കേട്ടോ മനസ്സിൽ. അങ്ങനെ അന്നത്തെ ദിവസം ഇപ്പം ഈ അതേ ദിവസം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം ഞങ്ങളുടെ നാട്ടിൽ കുമ്മാട്ടി, ദേശകുമ്മാട്ടി ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഒരു അധികം വർഷങ്ങളായിട്ടില്ല കേട്ടോ ഇപ്പം ഇവിടെ ഇങ്ങനൊരു കുമ്മാട്ടി ഇത് തുടങ്ങിയിട്ട്. എൻ്റെ അച്ഛനൊക്കെ കമ്മിറ്റിയിലുണ്ട്. അവരെന്താണെന്ന് വെച്ചാൽ എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ ക്രിസ്തുമസ് ആയിക്കോട്ടെ, ചന്ദനക്കുടം ആയിക്കോട്ടെ, ഇപ്പം ഓണായിക്കോട്ടെ, എല്ലാ പരിപാടിക്കും അവരുടേതായ ഒരു പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ പരിപാടി ഉണ്ട് അന്ന് ഉച്ച കഴിഞ്ഞിട്ട്, വൈകുന്നേരം നല്ല ഉച്ച കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മണി 2:30 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് മുന്നത്തെ കുറച്ച് കാഴ്ചകൾ വീട്ടിൽ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു. ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി. ആ അതിഥി എത്ര തവണ ഞങ്ങളുടെ വീട്ടിൽ വന്നു പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു പിടിയുമില്ല കേട്ടോ. അന്നത്തെ ദിവസം ഞങ്ങളത് കണ്ടത് ഷഞ്ജിനിയും പിള്ളേരും ഒരു ഉച്ച സമയത്ത് വന്നപ്പോഴാണ് ഈ അതിഥീനെ ഞങ്ങളവിടെ കണ്ടത്. ഈ സംഭവത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ജീവിനെ അതിഥീന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു വാക്ക് ശരിക്കും സൂചിപ്പിച്ചത്. നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കിളിക്കൂട് താഴത്തുനിന്ന് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. മുകളിലോട്ട് അതിഥി എത്തിപ്പെടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കിളികൾ, നമ്മുടെ ലവ് ബേർഡ്സ് എന്നൊക്കെ പറയില്ലേ, ആ കിളി ബഡ്ഗീസ് എന്നും പറയും. 2 വിഭാഗത്തിലുള്ള കിളികളിൽ ഉണ്ടെന്നാണ്. എനിക്കിതിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവരെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഞങ്ങളുടെ ചെറിയ കിളിക്കൂടിന്ന് ഈ കിളികൾക്കെല്ലാം പ്രൊമോഷനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലവ് ബേർഡ്സിനല്ല കേട്ടോ വളർത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്താ കോൺച്യൂർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ആ കിളികളുടെ വിഭാഗത്തിൽ പെടുന്ന ഒരു 3 കിളികൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അത് ആരോ എടുത്തോണ്ടുപോയി. അത് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു എത്തും പിടിയില്ല. ഞങ്ങൾ വന്ന് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കൂട് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കിളി പോലും ഇല്ല. ആരും എടുത്തു കൊണ്ടുപോയതാണോ? അന്നാണെങ്കിൽ ഞങ്ങളുടെ CCTV ക്യാമറ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുമ്പോൾ പിന്നെ കേസും കാര്യങ്ങളൊന്നും ആയിട്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൻ്റെ പേരിൽ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലവ് ബേർഡ്സിനെ വളർത്തൽ തുടങ്ങിയത്. ലവ് ബേർഡ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അതിങ്ങനെ കുറേ മുട്ടയിട്ട് കുറേ കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട് ഭയങ്കര ചെറുതായി തുടങ്ങി. കാരണം അവർക്കൊന്ന് പറക്കാനോ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായത്. അപ്പോൾ പിന്നെ എന്തായാലും കിളിക്കൂട് മാറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടാണ് ഈ പുതിയ കിളിക്കൂട് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം പണിയുണ്ടല്ലോ. ഇതിങ്ങനെ കഴിഞ്ഞ ദിവസം നിങ്ങളിത് പെയിൻ്റ് അടിക്കുന്ന കണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ഇതിപ്പോൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദിക്കുട്ടനാണ് ഇതിൻ്റെ മെയിൻ ആൾ. ആദിക്കുട്ടനും അഭിചേട്ടനാണ് കേട്ടോ ഇതിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാർ. എനിക്കും മാമിക്കും പെറ്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് എല്ലാ മൃഗങ്ങളെയും പേടിയാണ് കേട്ടോ. അത് ഞാൻ കരുതി കൂട്ടി ചെയ്യുന്നതല്ല. എനിക്ക്
എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ചെറുപ്പം മുതലേ കോഴീനെ വരെ എനിക്ക് പേടിയാണ്. അതെന്തുകൊണ്ടാണ് എനിക്ക് അറിയില്ല. എന്നെ ചെറുപ്പത്തിൽ കോഴി കൊത്താൻ വന്നതൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. അതുകൊണ്ടാണൊക്കെ ആവോ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പട്ടിക്കുഞ്ഞിനെ ആയാലും പൂച്ചക്കുഞ്ഞിനെ എനിക്ക് എല്ലാത്തിനെയും പേടിയാണ്. അപ്പോൾ ആദ്യക്കുട്ടനാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവരെവിടെ നിന്നൊക്കെ ഉണങ്ങിയ മരത്തിൻ്റെ ഒക്കെ ചില്ലിയൊക്കെ വെട്ടിക്കൊണ്ടെന്ന് ഇതൊക്കെ സെറ്റ് ചെയ്തു. ആദ്യമാണ് ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൻ ഒന്നാമത് ചെറിയ രീതിയിൽ അലർജി തുമ്മലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേറെ ആരാ ഇവരുടെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഞാനിത് സമ്മതിച്ചത് തന്നെ. നിറച്ച് കച്ചറയാവട്ടെ, ഈ തിനയുടെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറച്ച് കച്ചറയാവും. ഇടയ്ക്കൊക്കെ ഞാൻ പോയി അടിച്ചു വരും. ഞാൻ പറയും, നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്ന ഒരു നിബന്ധനയുടെ പുറത്താണ് കേട്ടോ ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കിളിക്കൂടൊക്കെ സെറ്റായി. അവരുടെ കൂടിൻ്റെ ഉള്ളിൽ മറ്റൊരു കൂടുന്നൊക്കെ പറഞ്ഞോണം അവരതിലൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. കിളികളെ പിടിക്കാൻ കിട്ടാണ്ട് അപ്പോൾ കൂടോടുക്കനെ ചേട്ടൻ മാറ്റി ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമിയുടെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരു ഉദ്ഘാടനത്തിന് മുന്നേ നിങ്ങൾ അതിഥി വന്നൊരു വീഡിയോ കണ്ടിട്ട് പോയോ കേട്ടോ. കിളിക്കൂടിൻ്റെ സൈഡ് ഒരു ഇതിട്ടിട്ടുണ്ട്, ഷീറ്റ് ഇട്ടില്ലേ വൈലറ്റ്, ആ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ പാമ്പിനെ കറക്റ്റായിട്ട് കാണാം കേട്ടോ. സംഭവം ചേരപ്പാമ്പായിരുന്നു. വിഷമുള്ളതൊന്നല്ലായിരുന്നു, പക്ഷെ നല്ല യമണ്ട സാധനമായിരുന്നു. നല്ല വലുപ്പമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു. ഞാനാണെങ്കിൽ ഇടയ്ക്ക് വന്ന് കസേര കൊണ്ടൊക്കെ ഒന്ന് തട്ടി നോക്കി ഇത് കണ്ടിട്ട് കേട്ടോ. പക്ഷെ അത് എനങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. അങ്ങനെ അതെ, കിളികൾക്ക് ഒരു പ്രൊമോഷൻ പോലെ പുതിയ വീട്ടിലോട്ടുള്ള താമസം മാറ്റി. അവരാണെങ്കിൽ ആകെ പകച്ചങ്ങടും ഇങ്ങോട്ടൊക്കെ പറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടെ റിബണൊക്കെ കട്ട് ചെയ്ത് ഉദ്ഘാടനമൊക്കെ ചെയ്തത് ഹമീയുടെ ഐഡിയ ആണ് കേട്ടോ. അവളുടെ സ്കൂളിലേക്ക് ഞാൻ നീല റിബൺ വേണ്ടി വരുന്ന കരുതിയിട്ട് ഒരിക്കൽ അതിൻ്റെ റോള് മൊത്തം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന ഒരു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഞങ്ങൾ 4 പേരും കൂടെ ചെയ്ത് അങ്ങനെ കിളിക്കൂട് സെറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ചേട്ടൻ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇത് കാണാനായിട്ട്. ഈ സമയത്ത് പോയാണ്ടല്ലോ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, എല്ലാത്തിനും തുടക്കം കാണാം. കുറേ പേർക്ക് ഈ സമയം അറിയില്ല. പിന്നെ ചിലപ്പോൾ ഉച്ചയായതുകൊണ്ടാവാം, വെയിലൊക്കെ അല്ലേ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തിരുവണിക്കാവ് രാജഗോപാലൻ. ഞങ്ങളുടെ തിരുവണിക്കാവ് അമ്പലത്തിൽ ആനയാണ്. ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് ചേട്ടന്മാരൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു HMT എന്ന് പറയുന്ന സംഘടനയാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം കണ്ടാലോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനേക്കാളും നല്ല രീതിയിലാണ് കേട്ടോ, നല്ല വിപുലമായ രീതിയിലാണ് ഈ പ്രോഗ്രാം ഇവർ അറേഞ്ച് ചെയ്യാറ്. പക്ഷെ ഇത്തവണ ചെറുതായിട്ട് ചുരുക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒലക്ക ഡാൻസ് പിന്നെ നാദസ്വരമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് ഇത് ഭയങ്കര കുറവായിട്ടൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ പുറത്തുനിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല കാഴ്ചയായിരിക്കും. മാത്രമല്ല ഞങ്ങളുടെ തൃശ്ശൂർ കുമ്മാട്ടിക്കൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കിഴക്കുംപാട്ടുകര, നെല്ലങ്കര, ഇവിടെ ഒല്ലൂക്കരയിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഓണത്തിൻ്റെ തലേ ദിവസം തൊട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം നമുക്ക് കളറാക്കാം. ഇത്തവണ എനിക്കതൊന്നും കുറേയൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം ഞാൻ ഉറപ്പായിട്ടും അതൊക്കെ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കാണാനുള്ള കുറച്ച് കാഴ്ചകൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുത്ത് കോളാക്കുന്നില്ല. നിങ്ങളത് കണ്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വായോ. കൈയില്ലടി പാവത്തിന്.
കേട്ടതള്ളു. മിന്നലെ വിളിച്ച് പറയാൻ നല്ല വെറൈറ്റി ആണ്. നിങ്ങൾ കാണാൻ പോകുന്നത് തിറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപമാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞൊരു ട്രഡീഷണൽ രീതിയിൽ നടത്തുന്നതാ. ഞാൻ എൻ്റെ ഒരു ചെറിയ പരിമിതമായ അറിവ് വെച്ചിട്ട് ഇത് നൊയമ്പൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ.
തിരുവണിക്കാവിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട് ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ചുറ്റി കറങ്ങിയിട്ടാണ് കേട്ടോ വീണ്ടും ഇത് വൈകുന്നേരം ഇവിടെ വന്ന് തന്നെ അവസാനിക്കാറ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തുടക്കം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ നിശാന്തേട്ടനും നിമ്മച്ചേച്ചിയും വൈകിയൊക്കെ ഉണ്ടായിരുന്നു, അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് ജ്യൂസൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങളുടെ ഈ വഴിയുടെ സ്നേഹതീരം മൂലയുടെ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ പോവുള്ളൂ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് സൗണ്ട് കേട്ടു. അപ്പം അച്ഛൻ പറഞ്ഞു അവിടെ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അത് കാണാൻ വേണ്ടിയിട്ട് ഈ സെയിം പ്രോഗ്രാംസ് തന്നെ അപ്പോൾ പിന്നെ കളിക്കണത് ഒന്നും കൂടി കാണാമല്ലോ എന്ന് കരുതിയിട്ട് അത് കാണാൻ പോവാണേ. കാളത്തോട് സെൻറ്റർ വരെ ഞങ്ങൾ ആ പരിപാടിയുടെ കൂടെ പോയിട്ടോ. പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുക. ഞാൻ അബ്ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തുള്ളാനൊന്നും ഞാൻ നിന്നില്ല. അതൊക്കെ നമുക്ക് ലാസ്റ്റ് അമ്പലപ്പറമ്പിൽ പോകുമ്പോൾ കളിക്കാമെന്ന് കരുതി. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പവർ മിസ്സിങ് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഇതിനേക്കാൾ അടിപൊളി പ്രോഗ്രാമാണ് കേട്ടോ ആവാറ്. എന്തോ എവിടേക്കോ ഒരു മിസ്സിങ് തോന്നിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് കാളത്തോട് സെൻറ്ററിൽ നിന്ന് പിന്നെ അത് തിരിച്ച് മെയിൻ റോഡ് വഴി കയറിയിട്ടാണ് കേട്ടോ തിരുവണിക്കാവിൻ്റെ സൈഡിലേക്ക് കയറാം.
അപ്പോൾ അത്രയും ദൂരം നടക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ 1-2 റീലൊക്കെ എടുത്തു, ഒന്നും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫിലിമൊക്കെ കണ്ടിരുന്ന് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് കരുതി കേട്ടോ. കാരണം ഒരു 7 മണിയോട് കൂടിയിട്ട് ഇനി അത് തിരുവണിക്കാമ്പലത്തിലേക്ക് എത്തുള്ളൂ. അപ്പം അച്ഛൻ വിളിക്കും എത്തുന്നതിന് മുന്നേ. ഞങ്ങളുടെ സ്നേഹതീരത്തിന് 2 എൻഡ് ഉണ്ട്. അപ്പോൾ മറ്റേ എൻഡിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ അച്ഛൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ വിളിച്ചപ്പോൾ ഞങ്ങൾ തിരുവണിക്കാമ്പലത്തിന് അവിടെ വന്നിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വരാനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ ആലിൻ്റെ മുകളിലാണ് കയറിയിരിക്കാറ് കുറച്ച് നാൾ മുന്നേ വരെ കേട്ടോ. പക്ഷെ അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചേനേക്കാളും വൈബ് ശരിക്കും താഴോട്ട് ഇറങ്ങിയിട്ടാന്ന് മനസ്സിലായതിൽ പിന്നെ ഞാൻ ആലിൻ്റെ മുകളിൽ കയറി നിൽക്കാറില്ലേ. എന്താ പറയുക, അഭിചേട്ടൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നേ പിന്നെയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങിയത്. മറ്റേന്ന് പറഞ്ഞാൽ മനസ്സിൽ താളം വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് തുള്ളേ ചെയ്യാറുള്ളൂ. പക്ഷെ ഇപ്പൊക്കെ ശരിക്കും മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാറുണ്ടേ. എനിക്കിഷ്ടമാണ്. ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഞാനൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്താ പറയുക, ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായേനെ. പക്ഷെ എനിക്ക് അതിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലത്തെ പ്രോഗ്രാം എൻജോയ് ചെയ്യണതിൽ തെറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഷഞ്ജുനിയും പിള്ളേരുടെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. അവരുണ്ടായിരുന്നില്ല, അവർ കല്യാണത്തിന് പോയേക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും കലാശക്കൊട്ടോടുകൂടെ ഈ വർഷത്തെ കുമ്മാട്ടി പരിപാടി ഞങ്ങളുടെ നാട്ടിലത്തെ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേ പുലിക്കളിയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ആ മിട്ടൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ചൈനീസ് ഇതിൽ വരുന്ന അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മനുഷ്യണ്ണൊക്കെ വന്നത്. അവർ ഫിലിം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് കയറിയതാണ്. പക്ഷേ പ്രോഗ്രാമൊക്കെ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഞാൻ പറയാറില്ല, എനിക്ക് ചില സമയത്ത് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ മൂഡ് ഉണ്ടാവാറില്ല. ഞാനും ആമിയും ആദ്യമൊന്നും അങ്ങനെ കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു കുമ്മാട്ടിയുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കുറേ ഞാൻ ആ പ്രോഗ്രാംസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കുറേ പേർക്കൊക്കെ അത് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ പുലിക്കളിയുടെ പുലിക്കളി വരയ്ക്കണേൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.